ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നാളുകളുണ്ടായിരുന്നു, ഡേയ്സൊന്നും ഞാൻ വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് പേർപ്പിളിൽ പോയിട്ട് കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം പ്രോഡക്റ്റ്സ് തന്നെ നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. സോ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ നല്ല മഴയാണ്. അപ്പോൾ നിങ്ങളുടെ വീട് പരിസരത്ത് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഏത് എവിടെയാണെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി ഞാൻ ഒരു സാധനം വാങ്ങാനാണ് കയറിയത്, 2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് അവിടെ കയറിയത്. പക്ഷെ ആ കട തന്നെ മൊത്തം എടുത്തുകൊണ്ട് വരേണ്ട അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം മെയിൻലി ഞാൻ പോയത് എനിക്കൊരു മസ്കാര വാങ്ങാനാണ്. സോ ഞാൻ അവിടെ നിന്ന് ഒരു മസ്കാര വാങ്ങിച്ചിട്ടുണ്ട്, വിച്ച് ഇസ് ഫേസസ് കാനഡയുടെ ആണ്. ഫേസസ് കാനഡയുടെ വോളിയം എക്സ്ട്രീം മസ്കാര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മസ്കാരയാണ് ഞാൻ വാങ്ങിച്ചത്, വിച്ച് ഈസ് മാഗ്നറ്റ് ടൈപ്പാണ്. അപ്പോൾ നമുക്ക് സോ ഗൈസ്, ഇതാണ് സംഭവം. കാണാൻ നല്ല രീതിയിൽ ഭംഗിയുള്ളൊരു സാധനമാണ് കേട്ടോ. ഇതിൻ്റെ കവറിങ് നമുക്ക് കൊള്ളാം. ഒരു ബ്ലാക്കിലൊരു വയലറ്റ് കളർ നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ദ തിങ്. സോ ഞാനിത് യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ മസ്കാര ഒന്നും എടുത്തിട്ടില്ല. സോ നിങ്ങൾ ഡിഫറൻസും കാര്യങ്ങളൊക്കെ നോക്കുക. ഇതാണ് വളരെ ബിഗ് ആയിട്ടുള്ള ബ്രഷ്. ഗായ്സ്, നിങ്ങൾക്ക് ഡിഫറൻസ് കാണാം. ഇറ്റ്സ് ലൈക്ക് വാവ്, ഐ ലവ് ഇറ്റ്. ഐ ലവ് ദ പ്രോഡക്റ്റ്. എനിക്കപ്പം ഇങ്ങനെ മസ്കാര എൻ്റെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ മസ്കാര വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ആക്ച്വലി ഇതിനു വേണ്ടി മാത്രമാണ് പോയതെങ്കിലും നമ്മൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അടുത്തത് നിങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം പരിചയമുള്ള സാധനമായിരിക്കും. നിങ്ങൾ കുറേ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഞാനും കണ്ടിട്ട് മേടിച്ചൊരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ സെറ്റ് ബ്ലോട്ടർ എന്ന് പറയുന്നത് ജെൽ കോമ്പാക്റ്റ്. ഇങ്ങനെ തൊടുമ്പയ്ക്കും നല്ല രീതിയിൽ എന്താ പറയുക, നമ്മുടെ ഓയിലൊക്കെ ഒരു മാറ്റ് പോലെ ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം കൺട്രോൾ ചെയ്യുന്ന, ഓയിൽ കൺട്രോൾ ചെയ്യുന്ന. ഇപ്പം നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നമ്മളെന്താ ഭയങ്കര രീതിയിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഓയിലി ഫേസ് പോലെ ആവും. സോ ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോയിൽ കണ്ടിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇറ്റ് വിൽ വർക്ക് ഓർ നോട്ട്. നമുക്കിപ്പോൾ നോക്കാം. സോ ഇത് മാസിൻ്റെ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളത് ഇതാണ് കിട്ടുന്നത്. സോ യാ, ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. കാണാൻ നല്ല കൊള്ളാം, നല്ല ബോക്സ്. ഐ ലവ് ഇറ്റ്. സ്മെല്ല് അങ്ങനെയൊന്നുമില്ല. എനിവേ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. എൻ്റെ മുഖത്ത് ഇപ്പം നല്ല രീതിയിൽ ഓയിലുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. കം ഓൺ. ഓ മൈ ഗോഡ് ഗൈസ്, നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഐ തിങ്ക് യു ക്യൂട്ട്. ഇവിടെ നോക്കുക. വാവ്, കൊള്ളാം ഗൈസ്. ദിസ് ഇസ് ആക്ച്വലി വർക്കിംഗ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇതുപോലെ റിസൾട്ട് കിട്ടുമെന്ന്. ആക്ച്വലി ഇറ്റ് ഈസ് വർക്കിംഗ്. അടിപൊളിയാണ് സംഭവം. അപ്പം ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ഇടാം. യാ ഗൈസ്, യു ക്യാൻ ഗോ ആൻഡ് ബൈ ഇറ്റ് ഔട്ട്. പെട്ടെന്ന് തന്നെ വാങ്ങാം ഗൈസ്. അടിപൊളി പ്രൊഡക്റ്റാണ്. ആ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാം. ഞാൻ മേടിച്ചത് ഒരു മാർസിൻ്റെ ഒരു ലിക്വിഡ് ബ്ലഷ് ആണ്. സോ ഇങ്ങനെ കുറേ നാളെ ഇങ്ങനെ ലിക്വിഡ് ബ്ലഷ് ട്രൈ ചെയ്യണമെന്ന് നോക്കിയിരിക്കുന്നു. യൂഷ്വലി ഐ യൂസ് പൗഡർ ബ്ലഷ്. സോ യാ, ലെറ്റ്സ് ട്രൈ ഇറ്റ്. ഇത് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതൊരു ലിപ് ബാമിൻ്റെ ഒക്കെ പോലത്തെ ഒരു ട്യൂബിലാണ് വരുന്നത്. ഒരു കുട്ടി സംഭവമാണ്. യാ, ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. ആക്ച്വലി അത് തുറക്കാൻ വേണ്ടി നോക്കിയത്, പക്ഷെ ഇതിൻ്റെ റാപ്പർ തുറന്നില്ല. നമുക്ക് റാപ്പർ തുറന്നു നോക്കാം. അപ്പോൾ ഞാൻ 2 ഷെയ്ഡാണ് അവിടെ നിന്ന് ട്രൈ ചെയ്തത്. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്, ഒരു പിങ്കി ഷെയ്ഡ്. കുറച്ചെടുത്താൽ മതി. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറേ പോലെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു കുറേ ആയിപ്പോയി. കുറച്ച് ഇപ്പത്തേക്ക് നല്ല രീതിയിൽ ബ്ലെൻഡാക്കി കൊടുത്താൽ നല്ല രസം ഉണ്ടാവും. നല്ല രീതിയിൽ ഇതിപ്പോൾ കുറച്ച് കൂടുതലായി ഇട്ട് പോയത് കുറച്ച് കൂടുതലായി. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ നല്ല
അടിപൊളിയായിട്ട് നിൽക്കും ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വാങ്ങിച്ചത് ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ലിപ്സ്റ്റിക് ഞാൻ എപ്പോഴും ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ലിക്വിഡ് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് എൻ്റെ ആവാറില്ല. അപ്പം അതെൻ്റെ ചുണ്ടിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വാട്ട് ഇഫ് ഐ ട്രൈ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്. അങ്ങനെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് വാങ്ങിച്ചാണ്. ആൻഡ് ദിസ് ഈസ് ഓൾസോ ഫേസസ് കാനഡയുടെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത് വരുന്നത്. അപ്പം ഇതാണ് ഷെയ്ഡ് വരുന്നത്. അപ്പം അതാണ് നമ്മുടെ ലിപ്സ്റ്റിക് ഇതാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ട്സും കാര്യങ്ങളിലും ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ഇടുക. ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഞാൻ എന്തായാലും കൊടുക്കും കേട്ടോ. ലിങ്ക് ഞാൻ കമൻറ്റിൽ ഞാൻ കൊടുക്കാം. ലിങ്ക്സ് ഓരോന്നിനെയും കൊടുക്കാം. ആൻഡ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഷാമ്പൂവിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ റിസൾട്ട് ഞാനത് യൂസ് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ചാനൽ ബെൽ ബട്ടനും കൂടെ അമർത്താം. എന്നാൽ മാത്രമാണ് ഞാൻ എന്നിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം ഇത്രയുള്ള വീഡിയോ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.